ഞാൻ ആരിൻ്റെ വീട്ടുകാരെ പറയണ്ട. ഇത് പിന്നെ അടിച്ചുപൂട്ടി പോകലാണോ അതോ പിന്നെ ആരും എന്താ പറയുക വൃത്തിയാക്കാനില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വ്ളോഗാണ് കേട്ടോ. അതായത് നമുക്ക് കുറച്ച് പരിപാടികൾ ഉണ്ട് അവിടെ. സോ അതിനായിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ റൂമിലുള്ള സാധനങ്ങളൊന്നും മാറ്റിയിട്ടില്ല. അതായത് അവിടെ എങ്ങനെയാണുള്ളത് അങ്ങനെ തന്നെയാണ് ഉള്ളത്. സോ പിന്നെ അവിടെ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാനുണ്ട്, അടിച്ചാരി തുടക്കാനുണ്ട്, ബെഡ്ഷീറ്റ് മാറ്റാണ്ട്. ഇതൊന്നും ബാസിക്കാക്കല്ല, ജൂബിയാണ് ചെയ്യുന്നത്. അപ്പൊ പരിപാടി ശരിക്കും ജൂബിയാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അതേപോലെ നമ്മളെ കൊറേ സാധനങ്ങള്, ജൂബിന്റെ സാധനങ്ങള്, കാറ് നോക്കിടുന്ന് പറ്റുകയാണെങ്കിൽ നമ്മള് കാറ് കൊണ്ടുപോകും. ചിലപ്പോ അന്ന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത കാറില്ലേ, സോ ആ കാറ് നമ്മളുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടെ കുറച്ച് അത്യാവശ്യം നല്ല എന്താ പറയാ വിസ്താരണമുണ്ട്. അതേപോലെ തന്നെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിംഗ് അല്ലല്ലോ കാർ ഓട്ടാൻ വേണ്ടത്. അതായത് കിഡ്സിന്റെ കാറൊക്കെ ഓട്ടാൻ പറ്റിയ മിറ്റം. നമ്മളെ വീടിന്റെ മിറ്റം എന്ന് പറയുന്നത് ഒരു മെറ്റലൊക്കെ ഇട്ടിട്ടുള്ള ഒരു നോർമൽ മിറ്റായിരുന്നു. സോ ഞാനത് വീടിന്റെ മുകളിൽ കൊണ്ടു വെച്ചതാണ്. കാരണം ടയറൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതാവുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ബ്രിക്സ് ഒക്കെ പതിപ്പിച്ചിട്ടുള്ള കട്ട ഇട്ടിട്ടുള്ള ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള മിറ്റാണ്. സോ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് ജീവന്റെ കാറ് കൊണ്ടുവരാന്ന് വിചാരിച്ചു. വന്നപാട് നമ്മളാള് പണി തുടങ്ങിയിട്ടുണ്ട്. എടുത്തോളൂ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അതായത് എനിക്ക് പൊടി അലർജി ഉള്ളതാണ്. എനിക്ക് പഴയ പൊടി ശ്വസിച്ച് കഴിഞ്ഞാല് ഒരു 2-3 ദിവസത്തിന് ഉഷാറായി. കാരണം തുമ്മിയിട്ട് അന്തണ്ടല്ലോ കേട്ടോ, അമ്മരി പ്രശ്നമാണ്. ഓക്കെ, ഞാൻ ആരിൻ്റെ വീട്ടുകാരെ പറയണ്ട. ഇത് പിന്നെ അടിച്ചുപൂട്ടി പോകലാണോ അതോ പിന്നെ ആരും എന്താ പറയുക വൃത്തിയാക്കാനില്ല എന്നൊന്നും ചോദിക്കണ്ട. കാരണം ഇതിന് മുമ്പ് നമ്മൾ റൂം വൃത്തിയാക്കുന്ന വ്ളോഗ് ഇട്ടപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻ അതായിരുന്നു. ആർക്കും ഇവിടെ സമയം ഉണ്ടാവില്ല. കാരണം എല്ലാവരും രാവിലെ തന്നെ ഷോപ്പിലേക്ക് പോകും, രാത്രി ആകുമ്പോഴേ വരുള്ളൂ. പിന്നെ രാവിലെ എണീറ്റ് ഷോപ്പിലേക്ക് പോകും. ഇപ്പോഴാണെങ്കിൽ എനിക്ക് തോന്നുന്നു വെഡിങ് സീസൺ ആയതുകൊണ്ട് ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കാണ്. ഓക്കെ, അല്ല നമ്മള് ഇത് ഫ്രെയിമൊക്കെ കണ്ട് കൊണ്ടുപോകണോ? കൊണ്ടുപോകണം. അതെ, നമുക്കൊരു പുതിയ വീട് നമുക്ക് സ്വന്തമായിട്ട് വെക്കുമ്പോ കൊണ്ടുപോയാ പോരെ? എന്താന്ന് അറിയില്ല, നോക്കട്ടെ. ഞാനൊരു റൂമിൽ കുറച്ച് സ്പേസ് ഇട്ടേനു, അത് മതില്ല. മറ്റേത് ആകെ കൺജസ്റ്റഡ് ആക്കണ്ട. പിന്നെ ഈ ഒരു ചാത്തൻ ഫോട്ടോ കൊണ്ടുപോകണോ? കൊണ്ടുപോകല്ലേ, അല്ലെങ്കിൽ അവിടെ നിന്നോട്ടല്ലേ. അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി. ഞാനോട് ചോദിക്കാൻ വിട്ടുപോയതാ. പിന്നെ ഈ ടോയ്സ് ഒക്കെ എടുത്തിട്ട് പാക്ക് ചെയ്തോട്ടാ. ടോയ്സ് ഒക്കെ നമുക്കേ കൊണ്ടുപോവാം. ഓക്കെ, കാരണം ജിവുവിന് അവിടെ കളിക്കാൻ ടോയ്സ് ഇല്ല. നമ്മളുടെ മെയിൻ അവതാരം വന്നിട്ടുണ്ട്. ജിവാബ് 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 എനിക്കാരും എന്നെ കാണാനിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ഷോർട്ട് വീഡിയോസ് ഒന്നും ഇല്ലാഞ്ഞിട്ട് കുറെ ആൾക്കാര് മക്കളാണ് തോന്നുന്നു ചീത്തൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ ആരെ കാണണ്ടി, ഞങ്ങൾക്ക് ഞങ്ങളെ ജിവാപ്പിനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് സീനാണ് കമന്റ് ബോക്സില്. ഇവിടെ ചാടിയോ? ഓക്കെ, പിന്നെ ഇതാട്ടോ നമ്മള് വീടിന്റെ ബാക്ക് വശം ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഫുള്ള് ഓടിട്ട വീടാണ്. ഓടും ഉണ്ട്, ടെറസും ഉണ്ട്, രണ്ടും കൂടി ഉണ്ട്. ഓക്കെ, ആൻഡ് അതാ സാർ അവിടെ ഇരുന്നു. നമുക്ക് പപ്പാന്റെ മമ്മാന്റെ അടുത്തേക്കൊക്കെ പോണ്ടേ? എന്തായാലും നമുക്ക് പോണ വഴിക്കല് ഷോപ്പിൽ തിരക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിലൊക്കെ കയറിയിട്ട് എല്ലാരും കണ്ടിട്ട് പോവാം. ഓക്കെ, എന്തായാലും പണി ഞാൻ തീർത്തിട്ട് സാർ. എന്താണ് വേഗം തീർക്ക്. ഞാൻ പോകാൻ വേണ്ടി കാത്തേക്കാറില്ലേ, പൊടിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട്. ഇച്ച് കാരണം തുമ്മണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനുള്ളപ്പോ ഈ പൊടി പറ്റാൻ പാടിയുണ്ടോ? ജീവൻ ചിരിച്ചു നോക്കി എന്നെ ചീത്ത പറയുമ്പോ പപ്പന്നെ ചീത്ത പറയുമ്പോ ഈ ചിരിക്കാൻ വേണ്ടേ? മോനെ പറയരുത്, ചീത്ത പറഞ്ഞ കൊന്നാളും പറയും. ഇപ്പൊ തന്നെ അസോസിയേഷൻ ഉണ്ടാക്കണ തിരക്കില്ല അല്ലേ? പാപ്പ കേട്ടല്ലോ. അത് എത്ര തിരിച്ചാലും അത് തിരിക്കാൻ പറ്റോ? ഏതായാലും വൃത്തിയാക്കാം. അപ്പൊ ഞാന് പിന്നെ ജീവന്റെ കാർ എന്തായി നോക്കട്ടെ. ജീവന്റെ കാറിൽ കയറിയിരുന്നു കേട്ടോ. ചാർജ് ഇപ്പോഴും തീർന്നിട്ടില്ല, ചാർജ് കുറച്ചും കൂടി ഉണ്ട്. ഇതെന്തായാലും അങ്ങോട്ട് കൊണ്ടുപോകാം. കാരണം ഇപ്പൊ ജീവന് സ്റ്റെയറിംഗ് ഒക്കെ എത്തൽ തുടങ്ങി. മറ്റേ ഞങ്ങൾ കൂടുതൽ ഇതിൽ ഇരുത്തലില്ലാണ് ജീവനെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവന് സ്റ്റെയറിംഗ് നമുക്ക് ആദ്യം എത്തൂല. ലൈറ്റൊക്കെ ഓൺ ആക്കിട്ടോ. ജീവ എങ്ങനെ വണ്ടി ഓഫ് ആക്കില്ലേതാ? ഓൾ തന്നെ അതിന്റെ സ്വിങ് ഒക്കെ ഓഫ് ആക്കി
ജിവോ എങ്ങനെ വണ്ടി ഓഫാക്കല്ലേ, കാർ എങ്ങനെ ഓഫാക്കല്ലേ? ജിവോ കാർ എങ്ങനെ ഓഫാക്കല്ലേ, എങ്ങനെ ഓഫാക്കല്ലേ? നമുക്കിത് കൊണ്ടുപോവാം, നമ്മളെ വീട്ടിൽ കൊണ്ടുപോവാ. ഓക്കെ, അപ്പൊ കൊണ്ടുപോവാ കേട്ടോ. ഓണടിച്ചേ പി പി അടിച്ചേ, പി പി ആയി നിക്കേ. ആ ഓണടിക്കേ. പി പി അതിന്റെ സ്റ്റെയറിംഗ് ഇളക്കി എടുക്കണ്ട. അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു, ഐ മീൻ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. ആൻഡ് വേം പണി ചെയ്യും. ഇപ്പൊ അവിടുത്തെ പോലെയല്ല, അവിടെ ഇപ്പൊ ശരിക്കും വെള്ളം കുടിക്കുന്നുണ്ട്. ഡെയിലി തുറക്കൽ. ഞങ്ങളിങ്ങനെ കുറച്ചൊക്കെ എന്തെങ്കിലും തിന്ന് ഫുഡ് ഐറ്റംസ് ഒക്കെ നിലത്തിടും. ജീവ കുറച്ച് ചായ രാവിലെ തന്നെ വെച്ചേക്കാണ്ട് നിലത്ത് വയ്ക്കും. അങ്ങനെ കുറച്ച് ചെറിയ ഡ്യൂട്ടീസ് അല്ലേ ഉള്ളു. ജു എന്ത് ജീവ തുടച്ചോടത്ത് നടക്കണ്ട, മമ്മക്ക് ഇളക്കും. നാളേക്ക് കിട്ടിയതാണ് ആ കോലുകൊണ്ട്. ഇവിടെ വേ പോരും. ഓക്കെ, അപ്പൊ തുടച്ച് കഴിഞ്ഞിട്ട് ഞങ്ങള് കാറ് കൊണ്ടുപോകാന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും ജീവും കൂടി ഞങ്ങള് തീരുമാനിച്ചു. മേലത്തുനിന്ന് താഴത്ത് കിട്ടാ മതിയോ? ഞാൻ പൊന്തിക്കൂല, എനിക്ക് ദൂരം വെച്ച് എനിക്ക് എന്താ അപ്പൊ ഞാൻ എന്നെ പൊന്തിക്കണം ഒറ്റയ്ക്ക്? ഓക്കെ, ഈ ഒരു കാര്യം ഓർക്കണം. അത് അവിടെ കൊണ്ടിട്ട ജീവ് ഇരിക്കണെങ്കിൽ തീയൊക്കെ അതിലിരുന്ന് ഹോട്ടലിൽ ഞാൻ തന്നെ പിടിക്കൂല, അത് ഉറപ്പാ. എന്നാ ഞാനെന്ന് തന്നെ എങ്ങനെയെങ്കിലും അടിക്ക് എത്തിക്കും. കാരണം അടുത്ത് മിറ്റം കാണുമ്പോഴല്ലേ. കാരണം ജീവുവിന് ബോറടിക്കുമ്പോ നേരെ റിമോട്ട് എടുക്കുക, ഓളയിലിരുത്തുക, 2 റൗണ്ട് കറക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. പാവണ്ട് ഒരു കസാര ഇട്ട് കൊടുത്ത് അവിടെ ഇരിക്കും. കണ്ടിരിച്ച് എന്തല്ല സ്വഭാവമാണ് ഇല്ലേ ജീവു? ഇങ്ങോട്ട് പോന്നാൾ അവിടെ തുടച്ചതാണ്. മമ്മ തുടച്ചതാണ്. ഇപ്പൊ ഇളകോ അവിടെ ഇരിക്കേ. ഞാനോ പൊട്ടിച്ചാടിയിട്ട് 3 മൂടി സൈഡിലുണ്ടോ? 100 കിലോ ഉണ്ട് പൊട്ടത്തിയെ. എന്നാ വേഗം തുടക്കേ, എന്നിട്ട് നമുക്ക് വണ്ടി ഒരുമിച്ച് പിടിച്ച് ഇറക്കാം. വണ്ടി ഇറക്കണ്ടേ? വണ്ടി ഇറക്കണ്ടേ? ഞാൻ ഒറ്റക്കാണെങ്കിൽ ഇറക്കും. കാരണം ജീവന് നല്ല ഇഷ്ടമാണ് ആ കാറ്. അന്ന് പറഞ്ഞാൽ നമ്മള് വാങ്ങണ സമയത്തില്ലേ, അവൾക്ക് 1 വയസ്സായപ്പോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താലോ, അന്ന് അവൾക്ക് അതിമക്ക് സ്റ്റെയറിംഗ് നമുക്ക് പിടിച്ചെത്തൂലേനു. ഇപ്പൊ കറക്റ്റ് അടി. അത് പറഞ്ഞാൽ ഹൈറ്റ് വെച്ചില്ലേ, ഹൈറ്റ് വെക്കും. പിന്നെ ഓൾക്ക് ഇപ്പൊ സ്റ്റെയറിംഗ് നമുക്ക് എത്തുന്നുണ്ട്. ഓളെന്നെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ നോക്കുന്നുണ്ട്. നല്ല രസമുണ്ട് അവിടെ. ഇല്ല, നമ്മള് അവിടുന്ന് നമ്മളെ കാറിലല്ലേ കൊണ്ടുവന്നത്. ഡിക്കി തുറന്നിട്ടിട്ടാണെങ്കിലും കാറിലല്ലേ കൊണ്ടുവന്നത്. അതേമാതിരി കയറ്റാൻ പറ്റും നോക്കട്ടെ. കസേര എന്താ പറയാ? തായി പണി തീർക്ക്. അതെ ജുബി, കാർ നമുക്ക് പിന്നെ കൊണ്ടുപോവാം. ഒന്നുമില്ല, പെരുങ്കാനം. അന്ന് തന്നെ 2-3 ആൾക്കാരെ നമ്മൾ പിടിച്ചിരിക്കുന്നില്ല. പിന്നെ എന്നാ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഇന്ന് ഈ സാധനം കൊണ്ടോ. അത് പിടിച്ചേ, പൊടി തട്ടാണ്ടല്ലേ. ഇത് നമ്മള് ജീവുവിന് കുറെ മുമ്പ് മേടിച്ചതാണ്. ഇതിലും പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ ജീവു ഇരിക്കൂലേനു, കാരണം അതിനുള്ള വലിപ്പം ഉണ്ടായിരുന്നു. ഇത് ഇരുത്തി അപ്പ കാര്യം. ഇതിപ്പോ നമ്മള് സൂപ്പർ മാർക്കറ്റിലൊക്കെ പർച്ചേസിനൊക്കെ പോകുമ്പോ നമുക്ക് നല്ല സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ സാധനം. ഇത് നമ്മള് കുറെ മുമ്പ് മേടിച്ചാണ്. അതേപോലെ ഈ കുഞ്ഞി സ്റ്റൂളും ഇത് രണ്ടും തന്നെ. നീ എനിക്ക് എസിക്ക് പുതിയ റിമോട്ട് വാങ്ങേണ്ടി വരും. പൊട്ടിയോ? ഞങ്ങൾ കണ്ടു. വെറുതെ ഇളകിയിട്ട് പൊട്ടിയതാണത്, അല്ല വെറുതെ പൊട്ടിയതല്ല. എന്തായാലും നമുക്ക് ഇറങ്ങാം. ബാ പോവാ ശിവ. സ്റ്റൂൾ എടുക്കണ്ട് അതോടെ വെച്ചോ. ആൻഡ് ഗൈസ്, ഇതാണ് കേട്ടോ വീടിന്റെ ഫ്രണ്ട് എന്നുള്ള ലുക്ക്. ഓക്കെ, പഴയ വീടാണെങ്കിലും CCTV കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. CC ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ട നൗഫലിന്റെ കൊടുക്ക്. എന്റെ ഉമ്മ കട്ട നൗഫൽ ഫാനാണ് കേട്ടോ. നാളെ കുടിയിരിക്കലിന് പറഞ്ഞപ്പോഴേ ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. എന്തെങ്കിലും വാങ്ങണം. വാങ്ങിയിട്ടാണ് പോരെ. ഞങ്ങള് കുടിയിരിക്കലിന് ക്ഷണുണ്ട്. കല്യാണം ഉണ്ടാ? അല്ലെങ്കിൽ നൗഫലിന്റെ കുടിയിരിക്കലിന് നിങ്ങൾക്ക് പങ്കെടുക്കും. ഞാൻ പിന്നെ ഒരു ദിവസം ഞങ്ങൾ കൊണ്ടുപോകണ്ട്. പിന്നെ കൂടുതൽ നിങ്ങളാ ഏജിലുള്ള ആൾക്കാരാണ് അവന്റെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ്. ഉമ്മ എന്റെ ചാനൽ കൂടി കാണില്ല, പക്ഷെ നൗഫലിന്റെ ചാനൽ കാണില്ല. ഫോണ് തുറക്കുമ്പോ അപ്പൊ നിങ്ങൾ ഇന്റേത് അടിച്ചാൽ മതി, അപ്പൊ ഇന്റേത് കിട്ടും. നിങ്ങൾ എന്താ അടിച്ചു നോക്കില്ലേ? സെർച്ച് ചെയ്യാനേ അറിയണ്ടാവില്ല അല്ലേ? ഞങ്ങൾ പോയിട്ട് വരാം.
അപ്പൊ ഗൈസ് നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി. Yes. അപ്പോഴാണ് നിങ്ങൾ കേട്ടില്ല, ഉമ്മമ്മ പറഞ്ഞത് കേട്ടില്ലേ, നാളെ നൗഫലിന്റെ കുടിയിരിക്കലല്ലേന്ന് ചോദിച്ചത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ, സത്യത്തിൽ നമ്മളൊന്നും കാര്യമായിട്ട് വാങ്ങിയിട്ടില്ല. നൗഫല് പക്ഷെ കണ്ടപ്പോ തന്നെ ആദ്യം പറഞ്ഞ കാര്യം, ഇൻവൈറ്റ് ചെയ്തപ്പോ തന്നെ പറഞ്ഞ കാര്യം, പ്രത്യേകിച്ച് ഒന്നും വീട്ടിലേക്ക് വേണ്ട, ഒന്നും പുറത്തുനിന്ന് എടുക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു അത് ശരിയല്ലല്ലോ, അത് നമ്മൾ വരുന്നവര് തീരുമാനിച്ചിട്ട് കാര്യം, ഈ അതിൽ സംസാരിക്കേണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മള് കുടിയിരിക്കലിനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണമെന്നുണ്ട്. സോ നമ്മൾ എന്തെങ്കിലും വാങ്ങാനായിട്ട് അർജന്റ്, കാരണം ഇരുട്ടായി തുടങ്ങി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം നേരെ നൗഫലിന്റെ കുടിയിരിക്കലിനുള്ള എന്തെങ്കിലും ഒരു സാധനം ഗിഫ്റ്റ് ആയിട്ട് വാങ്ങണം. ഓക്കെ, അപ്പൊ എന്ത് വാങ്ങണം എന്നുള്ള ഡിസ്കഷനിലായിരുന്നു ഇത്രയും നേരം ഞാനും ചുബയും. എനിക്ക് വല്ലതും കിട്ടി, എന്തെങ്കിലും ഫിക്സ് ചെയ്തോ? ഓനിങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഞാൻ നോക്കുമ്പോ അതിന്റെ ഉള്ളിലൊക്കെ ഒരുവിധം സാധനങ്ങളൊക്കെ വന്നിട്ട് വാങ്ങിക്കണം. എങ്കിൽ പോലും എന്തെങ്കിലും ഇൻഷാല്ലാ എന്തെങ്കിലും നമ്മൾ പോയി നോക്കാം, എന്തെങ്കിലും ഒരു നല്ലൊരു സാധനം വാങ്ങാം. ഓക്കെ ഗൈസ്, ഇത്ര നേരം ഡ്രൈവിങ്ങിന്റെ ഇടയിൽ ഞാനും ചുമ്മാ കാര്യമായിട്ടുള്ള ഡിസ്കഷനു എന്ത് വാങ്ങും. ഇത്രയും നേരമായിട്ട് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല എന്താ വാങ്ങാന്ന്. ഞാൻ കുക്കർ അറിയുമ്പോൾ എന്തെങ്കിലും പറയും. അങ്ങനെ ഏകദേശമൊക്കെ ഒരു ഫൈനലായിട്ട് നമ്മൾ കണ്ടുവച്ചിട്ടുള്ളത് ഇപ്പൊ ഡിന്നർ സെറ്റ് ആണ് അല്ലെ. അതിനിപ്പോ 1, 2, 3 ആയാലും കുഴപ്പമില്ലല്ലോ. സോ ഡിന്നർ സെറ്റ് വാങ്ങാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇന്ന് ഫുള്ള് ബ്ലോക്കാണ്. ഇന്ന് വാങ്ങൽ നടക്കും തോന്നില്ല. നാളെ രാവിലെ വാങ്ങിയിട്ട് പോകേണ്ടി വരും. കാരണം കോട്ടക്കലാണ് കംപ്ലീറ്റ് ബ്ലോക്കാട്ടോ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മള് അപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തേക്ക് പോണോടൊക്കെ നല്ല ബ്ലോക്കാണ്. ഫുൾ ബ്ലോക്ക്. ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം അറിയില്ല. സോ എന്തായാലും അത് വ്ളോഗ്, പർച്ചേസ് ചെയ്യുന്ന വ്ളോഗ് നമ്മൾ ചെറിയൊരു വ്ളോഗായിട്ട് നാളെ ഇടാൻ പറ്റുമെങ്കിൽ നമ്മൾ നാളെ ഇടാം. സോ ഇന്നത്തെ നമ്മളെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ കാണാം. അതുവരെ ബൈ.